അതേസമയം പെരിയാർ കടുവ സങ്കേതത്തിൽ തുറന്നുവിട്ട അരിക്കൊമ്പനെ നിരീക്ഷിക്കുന്നത് തുടരുകയാണ്. അരിക്കൊമ്പന്റെ കഴുത്തിൽ ഘടിപ്പിച്ച GPS കോളറിൽ നിന്ന് ഇതുവരെ 10 സിഗ്നലുകളാണ് ലഭിച്ചത്. അരിക്കൊമ്പനെ തുറന്നുവിട്ട മേധകാനത്തിന് 3 കിലോമീറ്റർ ചുറ്റളവിൽ നിലവിൽ അരിക്കൊമ്പൻ ചുറ്റിത്തിരിയുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. വിശദാംശങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, അരിക്കൊമ്പന്റെ കഴുത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന GPS കോളറിൽ നിന്ന് ഇതുവരെ 10 സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ അരിക്കൊമ്പൻ ഇന്ന് പൂർണ്ണമായും മയക്കം വിട്ട് മാറും എന്നും അറിയാൻ സാധിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്നലെ 6 മണിക്കൂർ മുമ്പ് ലഭിച്ച സിഗ്നൽ പ്രകാരമാണ് അരിക്കൊമ്പൻ ഇപ്പോൾ ഈ മേധകാനത്താണ് അരിക്കൊമ്പനെ തുറന്നുവിട്ടത്. മേധകാനത്തിനും മുല്ലക്കൊടിക്കും ഇടയിൽ ഈ പെരിയാർ ടൈഗർ റിസർവിലെ ഈ പ്രദേശത്താണ് ഇന്നലെ പുലർച്ചെ അരിക്കൊമ്പനെ തുറന്നുവിട്ടത്. ഈ പ്രദേശത്ത് നിന്ന് 3 കിലോമീറ്റർ ചുറ്റളവിലേക്കാണ് ഇപ്പോൾ അരിക്കൊമ്പൻ പോയിരിക്കുന്നതെന്നാണ് ഈ റേഡിയോ സിഗ്നലിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ആ ചുറ്റളവിൽ തന്നെ 3 കിലോമീറ്റർ, ആ തുറന്നുവിട്ട പ്രദേശത്തിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഇപ്പോൾ അരിക്കൊമ്പൻ നിലവിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് 6 മണിക്കൂർ മുമ്പ് ലഭിച്ച സിഗ്നലിൽ നിന്നുള്ളതാണ്. ബാക്കി സിഗ്നൽ വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ആ പ്രദേശത്ത് അരിക്കൊമ്പൻ തുടരുന്നുണ്ട്. അരിക്കൊമ്പൻ മറ്റിടങ്ങളിലേക്കൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു പരിക്കുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ചികിത്സ നൽകിയ ശേഷമാണ്, തുമ്പിക്കൈയിൽ ഒരു ചെറിയ പരിക്കുണ്ടായിരുന്നു. ആ പരിക്കിന് ഉൾപ്പെടെ ചികിത്സ നൽകിയ ശേഷമാണ് ആനയെ ഈ കാട്ടിലേക്ക് തുറന്ന് വിട്ടത്. മാത്രമല്ല ആ പ്രദേശത്ത് വനം വകുപ്പ് ഈ ആനയ്ക്ക് കഴിക്കാനായി കുറച്ച് പുല്ലും അതുപോലെ തന്നെ മരുന്ന് കലക്കിയ വെള്ളവും വെച്ചിരുന്നു. പക്ഷെ അത് അരിക്കൊമ്പൻ തൊട്ടിട്ടില്ല എന്നുള്ളതാണ്. ആ വെള്ളവും ആ പുല്ലും അരിക്കൊമ്പൻ കഴിച്ചിട്ടില്ല. പകരം സമീപത്തെ ചോല ഉണ്ടാകാം, അവിടെ നിന്ന് കുടിച്ചിട്ടുണ്ടാകാം എന്നാണ് കരുതുന്നത്. ഏതായാലും ആ ഭക്ഷണം അരിക്കൊമ്പൻ കഴിച്ചിട്ടില്ല. നിലവിൽ അരിക്കൊമ്പൻ ആ മേഖലയിൽ തന്നെ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരോഗ്യനില ഉൾപ്പെടെ തൃപ്തികരമായി തന്നെ തുടരുകയാണ്. ഇനി ആ ആവാസ വ്യവസ്ഥയുമായൊന്ന് യോജിക്കേണ്ടതുണ്ട്. കാരണം അരിക്കൊമ്പന് പരിചയമുള്ള ഒരു ഇടമല്ല അത്, ഈ ചിന്നക്കനാൽ പോലെ. അപ്പോൾ പുതിയൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ ഇടവുമായി ഒന്ന് യോജിക്കാനുള്ള സമയവും കൂടി വേണമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ അരിക്കൊമ്പന് വെച്ച മയക്കുമരുന്നിന്റെ ആ ഡോസ് ഇന്ന് പൂർണ്ണമായും വിട്ടുമാറി. അത് പൂർണ്ണമായും ഉറക്കത്തിൽ നിന്ന് ഉണരുമെന്നാണ് വനം വകുപ്പ് അറിയിക്കുന്നത്. അൻസില. ആന്റണി, അതോടൊപ്പം തന്നെ ഈ അരിക്കൊമ്പൻ ഈ മേഖലയിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമോ എന്നൊരു ആശങ്ക ഇപ്പോഴും വനം വകുപ്പിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തത വനം വകുപ്പ് വരുത്തിയിട്ടുണ്ടോ? നിലവിൽ ഈ കുമളിയിൽ നിന്ന് 17-18 കിലോമീറ്ററിന് അപ്പുറത്താണ് ആനയെ തുറന്ന് വിട്ടിരിക്കുന്നത് ഈ പ്രദേശം. ആ പ്രദേശത്തു നിന്ന് ഇവിടേക്ക് ആന ഈ കുമളി അടക്കമുള്ള ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ വനം വകുപ്പിനെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ടാണ് ആ മേഖല തിരഞ്ഞെടുത്തത്. പക്ഷേ ആനയുടെ ഒരു സ്വഭാവം അനുസരിച്ച് ജനവാസ മേഖലയിൽ ഇറങ്ങി ശീലിച്ചത് കൊണ്ട് അത് എത്തുമോ എന്നറിയില്ല. പക്ഷേ അത് ഇറങ്ങില്ല എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വനം വകുപ്പ് സംഘമുള്ളത്. അവിടെ മറ്റാനകളൊക്കെ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ്. ആ ആനകളുമായി കൂട്ടുകൂടി അവിടെ തന്നെ ആന ഈ അരിക്കൊമ്പൻ തുടരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. മാത്രമല്ല അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായാൽ തീർച്ചയായും അരിക്കൊമ്പന്റെ ശരീരത്തിൽ ഒരു റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ റേഡിയോ കോളറിൽ നിന്ന് സിഗ്നലുകൾ ലഭ്യമാക്കും. അതനുസരിച്ച് ആനയെ അവിടേക്ക് വിടാനുള്ള സംവിധാനങ്ങൾ, തിരിച്ച് കാട് കയറ്റാനുള്ള സംവിധാനമുണ്ട്. നിലവിൽ എപ്പോഴും അരിക്കൊമ്പൻ നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും. ഒരു ദൗത്യസംഘം ഉൾപ്പെടെ ആ മേഖലയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. അരിക്കൊമ്പന്റെ കാര്യങ്ങൾ നോക്കാനായി, പൂർണ്ണമായി ആരോഗ്യവാനായി ആ ആവാസ വ്യവസ്ഥയുമായി ഇണങ്ങേണ്ടതുണ്ട്. അതുവരെ അരിക്കൊമ്പനെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല അത് കഴിഞ്ഞാലും ഈ റേഡിയോ കോളറിൽ നിന്നുള്ള വിവരങ്ങൾ അരിക്കൊമ്പനെ കുറിച്ചുള്ളത് ലഭ്യമായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അത് ജനവാസ മേഖലയ്ക്ക് അരികിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ അത് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കി അത് തിരിച്ച് കാട്ടിലേക്ക് തന്നെ വിടാൻ സാധിക്കും. നിലവിൽ ഈ 17 കിലോമീറ്ററോളം അകത്തുള്ളത് കൊണ്ട് തന്നെ ആന അത് താണ്ടി ഇപ്പുറത്തേക്ക് വരില്ല എന്നുള്ളൊരു ഉറച്ച പ്രതീക്ഷയിലാണ് നിലവിൽ ഈ വനം വകുപ്പ് ഉള്ളത്. അൻസില. ശരി, വ്യക്തമാണ് ആന്റണി. പെരിയാർ കടുവ സങ്കേതത്തിൽ തുറന്നുവിട്ട അരിക്കൊമ്പനെ നിരീക്ഷിക്കുന്നത് തുടരുകയാണ്. അരിക്കൊമ്പന്റെ കഴുത്തിൽ ഘടിപ്പിച്ച GPS കോളർ വഴിയാണ് അരിക്കൊമ്പനെ നിരീക്ഷിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് ആന്റണി ജിസ് ജോർജ് ആണ്.